നമ്മുടെ സെക്കൻഡ് ഇയർ മാത്തമാറ്റിക്സ് ക്ലാസ്സുകളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഏതാനും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് NCERTയുടെ 2 ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, പാർട്ട് 1ഉം പാർട്ട് 2ഉം. പാർട്ട് 1നകത്ത് നമുക്ക് 6 ചാപ്റ്ററുകളാണ് പഠിക്കാനായിട്ടുള്ളത്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, മെട്രിക്സ്, ഡിറ്റർമിനൻസ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ. പാർട്ട് 2വിനകത്ത് 7 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻ്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, വെക്റ്റർ ഓൾജിബ്ര, 3 ഡയമെൻഷണൽ ജോമെട്രി, ലീനിയർ പ്രോഗ്രാമിംഗ്, പ്രോബബിലിറ്റി. ഇങ്ങനെ പാർട്ട് 1ലും പാർട്ട് 2വിലുമായിട്ട് നമുക്ക് ആകെ 13 ചാപ്റ്ററുകളാണ് സെക്കൻഡ് ഇയറിൽ പഠിക്കാനായിട്ടുള്ളത്. മൈസിൻ്റെ ടോട്ടൽ മാർക്സിൻ്റെ ഒരു പാറ്റേൺ നമുക്കറിയാം. ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ആകെ 200ലാണ്. ഫസ്റ്റ് ഇയറിലെ തിയറി എക്സാമിനേഷനിൽ നിന്നും 60 മാർക്ക്, ഫസ്റ്റ് ഇയറിലെ CE മാർക്ക് 20, സെക്കൻഡ് ഇയറിലെ തിയറി എക്സാമിനേഷൻ 60 മാർക്കിലാണ്, സെക്കൻഡ് ഇയറിലെ CE മാർക്ക് 20, കൂടാതെ സെക്കൻഡ് ഇയറിൽ നടക്കുന്ന പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ മാർക്ക് 40യുമാണ്. ഇങ്ങനെ ആകെ മാത്തമാറ്റിക്സിൻ്റെ മാർക്ക് +1ൽ നിന്നും +2വിൽ നിന്നുമായിട്ട് 200 ആണ്. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച സെക്കൻഡ് ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് സെക്കൻഡ് ഇയറിലെ ഈ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഫസ്റ്റ് ഇയറിലെ കാര്യങ്ങൾ തന്നെയാണ് നാം ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ട് ഫസ്റ്റ് ഇയറിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് നോക്കാം. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓർ ക്രോസ് പ്രോഡക്റ്റ്. എന്താണ് 2 സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്? If A and B are 2 non-empty sets, then the set of all ordered pairs AB is such that A element of A and B element of B. അതായത് AB എന്ന രൂപത്തിലുള്ള ഓർഡേഡ് പേഴ്സിൻ്റെ സെറ്റ് ഫസ്റ്റ് എലമെൻറ്റ് എയിൽ നിന്നും സെക്കൻഡ് എലമെൻറ്റ് ബിയിൽ നിന്നുമായിട്ട് വരുന്ന ഓർഡേഡ് പേഴ്സിൻ്റെ സെറ്റ്. ഇതിനെയാണ് നമ്മൾ സെറ്റ് എയുടെയും ബിയുടെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. നമ്മളിതിനെ A ക്രോസ് ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. A ക്രോസ് ബി ഈക്വൽ ടു സെറ്റ് ഓർഡേഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ എലമെൻറ്റ് ഓഫ് എ, ബി എലമെൻറ്റ് ഓഫ് ബി. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ A is equal to set 1 2 3 ആൻഡ് B is equal to set 3 4. A ക്രോസ് ബി ഈക്വൽ ടു നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് എലമെൻറ്റ് എയിൽ നിന്നും സെക്കൻഡ് എലമെൻറ്റ് ബിയിൽ നിന്നും വരുന്ന രൂപത്തിലുള്ള എല്ലാ ഓർഡേഡ് പെയർസിനെയും നമ്മൾ എഴുതുന്നു. അതായത് ഓർഡേഡ് പെയർ 1 3 1 4, 2 3 2 4, 3 3 3 4. A ക്രോസ് ബിയിലെ ആകെ എലമെൻസിൻ്റെ എണ്ണം 6 ഓർഡേഡ് പെയർസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം A എന്ന് പറയുന്ന സെറ്റിനകത്ത് 3 എലമെൻസും B എന്ന സെറ്റിനകത്ത് 2 എലമെൻസും ആയതുകൊണ്ട് A ക്രോസ് ബിയിലെ എലമെൻസിൻ്റെ എണ്ണം 3 × 2 6 ആണെന്ന് നമുക്കറിയാം. ഓർക്കുക, A ക്രോസ് ബിയിലെ എലമെൻസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓർഡേഡ് പെയർസ് ആണ്. വീണ്ടും നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത് റിലേഷൻസിനെ കുറിച്ചാണ്. എ റിലേഷൻ R ഫ്രം A to B ഈസ് എ സബ്സെറ്റ് ഓഫ് A ക്രോസ് ബി. എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു റിലേഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് A ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റാണ്. നമുക്കറിയാം A ക്രോസ് ബിയിൽ വരുന്ന എല്ലാം ഓർഡേഡ് പെയർസ് ആണ്. അങ്ങനെയാണെങ്കിൽ റിലേഷനകത്തുള്ളതും ഓർഡേഡ് പെയർസ് തന്നെയായിരിക്കും. A ക്രോസ് ബിയുടെ എല്ലാ സബ്സെറ്റുകളും എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു റിലേഷനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു റിലേഷൻ്റെ ഡൊമൈൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെൻറ്റ്സ് ഓഫ് ഓർഡേഡ് പെയർസ് ഇൻ R. ആറിൽ വരുന്ന, അതായത് റിലേഷനകത്ത് വരുന്ന ഓർഡേഡ് പെയർസിൻ്റെ എല്ലാം ഫസ്റ്റ് എലമെൻറ്റ്സിൻ്റെ സെറ്റ്, അതിനെയാണ് നമ്മൾ ഒരു റിലേഷൻ്റെ ഡൊമൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ റേഞ്ച് ദ സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെൻറ്റ്സ് ഓഫ് ഓർഡേഡ് പെയർസ് ഇൻ R. ഒരു റിലേഷനകത്ത് വരുന്ന ഓർഡേഡ് പെയർസിൻ്റെ എല്ലാം സെക്കൻഡ് എലമെൻറ്റ്സിൻ്റെ സെറ്റ്, അതിനെയാണ് നമ്മൾ റേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോഡൊമൈൻ ദ സെക്കൻഡ് സെറ്റ് ബി. ആ സെക്കൻഡ് സെറ്റ് ബിയെയാണ് നമ്മൾ കോഡൊമൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് R എന്ന റിലേഷൻ എയിൽ നിന്നും ബിയിലേക്കാണെങ്കിൽ ബി എന്ന ആ സെറ്റിനെയാണ് നമ്മൾ കോഡൊമൈൻ എന്ന് വിളിക്കുന്നത്. എയിൽ നിന്നും ബിയിലേക്കുള്ള ആകെ റിലേഷൻസിൻ്റെ എണ്ണം കാണാനായിട്ട് നമുക്കൊരു ഫോർമുലയുണ്ട്, 2n ഓഫ് A ക്രോസ് ബി. കാരണം നമ്മൾ പഠിച്ചു എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് A ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണ്.
അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റുകളുണ്ടോ അത്രയും റിലേഷൻസ് നമുക്ക് എയിൽ നിന്നും ബിയിലേക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു സെറ്റിനകത്ത് n എലമെൻറ്റ്സ് ഉണ്ട് എന്നാണെങ്കിൽ അതിൻ്റെ ആകെ സബ്സെറ്റുകളുടെ എണ്ണം 2n ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളുടെ എണ്ണം 2 നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ക്രോസ് ബി ആയിരിക്കും. അത്രയും റിലേഷൻസ് എയിൽ നിന്നും ബിയിലേക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം എയിൽ നിന്നും ബിയിലേക്കുള്ള ഓരോ റിലേഷനും എ ക്രോസ് ബിയുടെ ഓരോ സബ്സെറ്റുകളാണ്. അപ്പോൾ എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റുകളുണ്ടോ അത്രയും എണ്ണം റിലേഷൻസ് എയിൽ നിന്നും ബിയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം. റെപ്രസെൻറ്റേഷൻ ഓഫ് റിലേഷൻസ്. ഒരു റിലേഷനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് 3 രീതികളുണ്ടെന്ന് നമുക്കറിയാം. ഒന്നാമതായിട്ട് റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് റിലേഷനകത്ത് വരുന്ന ഓർഡേഡ് പേഴ്സിനെ നമ്മളവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. കോമയിട്ട് വേർതിരിച്ച് ബ്രേസസ് സിമ്പലിനകത്ത് നമ്മൾ ഓർഡേഡ് പേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യുന്ന രീതി, അതാണ് റോസ്റ്റർ ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീണ്ടും സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോമിനകത്ത് നമ്മൾ എലമെൻറ്റ്സിനെ ഡിസ്പ്ലേ ചെയ്യുന്നില്ല. പകരം ആ എലമെൻറ്റ്സിനെ നമ്മൾ ഓർഡേഡ് പെയർ എക്സ് വൈ എന്നോ ഓർഡേഡ് പെയർ എ ബി എന്നോ ഒക്കെ വിളിച്ചിട്ട് ആ ഓർഡേഡ് പേഴ്സിന് വരുന്ന കോമൺ പ്രോപ്പർട്ടി നമ്മളവിടെ സ്റ്റേറ്റ് ചെയ്യുന്നു. അതാണ് സെറ്റ് ബിൽഡർ ഫോം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ മൂന്നാമതായിട്ട് ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ ആരോ ഡയഗ്രവും റിലേഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലെറ്റ് എ ഈസ് ഇക്വൽ ടു സെറ്റ് 1 2 3 ആൻഡ് ബി ഈസ് ഇക്വൽ ടു സെറ്റ് 3 4 5. കൺസിഡർ എ റിലേഷൻ ആർ ഫ്രം എ ടു ബി ഗിവൺ ബൈ ആർ ഇസ് ഇക്വൽ ടു സെറ്റ് ഓർഡേഡ് പെയർ 1 4 2 5. നമുക്ക് എ ബി എന്ന 2 സെറ്റുകൾ തന്നിട്ടുണ്ട്. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷനും തന്നിട്ടുണ്ട്, ഓർഡേഡ് പെയർ 1 4 2 5. ഈ റിലേഷൻ്റെ ഡൊമെയിൻ എന്നത് ഫസ്റ്റ് എലമെൻറ്റ്സിൻ്റെ സെറ്റാണ്. അതുകൊണ്ട് ഇവിടെ ഡൊമെയിനിൽ നമ്മൾ കാണുന്ന എലമെൻറ്റ്സ് 1ഉം 2ഉം. ഡൊമെയിൻ ഈക്വൽ ടു സെറ്റ് 1 2. റേഞ്ച് സെക്കൻഡ് എലമെൻറ്റ്സിൻ്റെ സെറ്റാണെന്ന് നമുക്കറിയാം. സെക്കൻഡ് എലമെൻ്റായിട്ട് നമ്മൾ കാണുന്നത് 4ഉം 5ഉമാണ്. അതുകൊണ്ട് റേഞ്ച് സെറ്റ് 4 5. കോഡൊമൈൻ സെക്കൻഡ് സെറ്റ് ഇവിടെ ബി ആണ്. അതുകൊണ്ട് കോഡൊമൈൻ എന്ന് പറയുന്നത് ബി ആണ്. ഈ റിലേഷനെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ റിലേഷനകത്ത് 2 ഓർഡേഡ് പെയർസ് ഉണ്ട്. ഓർഡേഡ് പെയർ 1 4 അവിടെ ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് 1 ഈസ് റിലേറ്റഡ് ടു 4. അതുപോലെ 2 5 എന്ന ഓർഡേഡ് പെയറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് 2 ഈസ് റിലേറ്റഡ് ടു 5. ഇങ്ങനെയാണ് നാം ഈ റിലേഷനെ മനസ്സിലാക്കുന്നത്. ഈ റിലേഷൻ നമുക്ക് തന്നിരിക്കുന്നത് ഓൾറെഡി റോസ്റ്റർ ഫോമിൽ തന്നെയാണ്. ഓർഡേഡ് പെയർ 1 4 2 5 കോമയിട്ട് എലമെൻസിനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന രീതി റോസ്റ്റർ ഫോമാണ് നമുക്കറിയാം. ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം നമ്മൾ എഴുതുകയാണെങ്കിൽ ആർ ഇസ് ഇക്വൽ ടു സെറ്റ് ഓർഡേഡ് പെയർ എക്സ് വൈ. ഇതിനകത്ത് എലമെൻസിനെ നമ്മൾ ഓർഡേഡ് പെയർ എക്സ് വൈ എന്ന് വിളിച്ചു. ഇനി ഈ എക്സിനും വൈക്കും വരുന്ന ഒരു കോമൺ പ്രോപ്പർട്ടി നമ്മൾ കണ്ടെത്തുന്നു. നമുക്കറിയാം എക്സ് എന്നത് എയിലെ എലമെൻറ്റും അതുപോലെ തന്നെ വൈ എന്നത് ബിയിലെ എലമെൻറ്റുമാണ്. അതുകൂടാതെ എക്സും വൈയും തമ്മിലുള്ള ഒരു കണക്ഷൻ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ വൈ എന്നത് എക്സിനേക്കാൾ 3 കൂടുതലാണെന്ന് നമുക്കറിയാം. 1 4 എന്ന പെയറിനകത്ത് 4 എന്നത് 1 + 3 ആണ്. 2 5 എന്ന പെയറിനകത്ത് 5 എന്നത് 2 + 3 ആണ്. അതുകൊണ്ട് നമ്മൾ എഴുതുന്നു y = x + 3. y എന്നത് എക്സിനേക്കാൾ 3 കൂടുതലാണ് എന്നുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നു. അതായത് r = സെറ്റ് ഓർഡേഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് y = x + 3, x എലമെൻറ്റ് ഓഫ് എ y എലമെൻറ്റ് ഓഫ് ബി. എക്സ് എയിൽ നിന്നും y ബിയിൽ നിന്നുമായിട്ട് വരുന്നതും y എന്നത് x + 3 ആയിട്ട് വരുന്നതുമായിട്ടുള്ള മുഴുവൻ ഓർഡേഡ് പേഴ്സിൻ്റെയും സെറ്റ് എന്ന അർത്ഥത്തിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വായിക്കുകയാണെങ്കിൽ ഈ റോസ്റ്റർ ഫോം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ രീതിയിൽ നമ്മൾ എഴുതുന്നതിനെ സെറ്റ് ബിൽഡർ ഫോം എന്ന് നാം വിളിക്കുന്നു. വീണ്ടും ഈ റിലേഷനെ നമ്മൾ ആരോ ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 2 സെറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നു. എ ബി സെറ്റുകളെ സർക്കിളായിട്ടോ ഓവൽസായിട്ടോ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതിനകത്തെ എലമെൻറ്റ്സിനെ നമ്മളിവിടെ നോട്ട് ചെയ്യുന്നു. ഇവിടെ വരുന്ന ഈ കണക്ഷൻസിനെ നമ്മൾ ആരോ വഴി റെപ്രസെൻ്റ് ചെയ്യുന്നു. 1 ഈസ് റിലേറ്റഡ് ടു 4, അതുപോലെ തന്നെ 2 ഈസ് റിലേറ്റഡ് ടു 5. 4 എന്നത് 1ൻ്റെ ഇമേജാണ്, 5 എന്നത് 2ൻ്റെ ഇമേജാണ് എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ നിന്ന് നമുക്ക് ഈ റിലേഷൻ്റെ ഡൊമൈനും റേഞ്ചും കോഡൊമൈനും എല്ലാം പറയാനായിട്ട് സാധിക്കും. ഡൊമൈനിൽ വരുന്ന 2 എലമെൻറ്റ്സ് ഫസ്റ്റ് എലമെൻറ്റ്സ് 1ഉം 2ഉം, റേഞ്ചിൽ വരുന്ന 2 എലമെൻറ്റ്സ് 4ഉം 5ഉം, സെക്കൻഡ് സെറ്റ് ബി കോഡൊമൈൻ എന്നും അറിയപ്പെടുന്നു. റിലേഷൻ ഓൺ ഇഫ് എ ഈസ് എ നോൺ എംപ്റ്റി സെറ്റ്.
then a relation R from A to A is known as a relation on A. എന്താണ് നമ്മൾ റിലേഷൻ ഓൺ എ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിലേഷൻ ഓൺ എ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് റിലേഷൻ ഫ്രം എ ടു എ. നമ്മൾ പറഞ്ഞു സാധാരണ റിലേഷൻസ് എല്ലാം എയിൽ നിന്നും ബിയിലേക്കാണ്. ഇവിടെ എയിൽ നിന്നും എയിലേക്ക് തന്നെയുള്ള ഒരു റിലേഷൻ, അതായത് ആ സെക്കൻഡ് സെറ്റിനെയും നമ്മൾ ഏതെന്ന് എന്ന് തന്നെ എടുക്കുന്നു. അങ്ങനെയുള്ള റിലേഷൻസിനെയാണ് നമ്മൾ റിലേഷൻ ഓൺ എ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം റിലേഷൻ ഓൺ എ എന്ന് പറയുന്നത് എ ക്രോസ് എയുടെ തന്നെ ഒരു സബ്സെറ്റ് ആയിരിക്കും. എ ക്രോസ് എയുടെ എല്ലാ സബ്സെറ്റുകളും എയിൽ നിന്നും എയിലേക്കുള്ള ഒരു റിലേഷൻ ആയിരിക്കും, അതായത് റിലേഷൻ ഓൺ എ ആയിരിക്കും. നമ്മുടെ സെക്കൻഡ് ഇയർ ചാപ്റ്ററിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ റിലേഷൻ ഓൺ എ ആണ്. അതായത് എ എന്ന് പറഞ്ഞൊരു സെറ്റ് നമുക്ക് തരുന്നു, എയിൽ നിന്നും എയിലേക്ക് തന്നെയുള്ള റിലേഷൻ, അതിനെയാണ് നമ്മൾ റിലേഷൻ ഓൺ എ എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് ഇയറിൽ അല്പം പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണുന്ന ഒരു റിലേഷനാണ് ഇത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എ ഈസ് ഇക്വൽ ടു സെറ്റ് 1 2 3 4. കൺസിഡർ എ റിലേഷൻ ആർ ഓൺ എ. ആർ ഇസ് ഇക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ 1 2 1 3 1 4 2 3 2 4 3 4. ഈ റിലേഷൻ്റെ റോസ്റ്റർ ഫോമാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതുകയാണെങ്കിൽ നാം എഴുതും ആർ ഇസ് ഇക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ്. ഈ എലമെൻസിനെ നമ്മൾ എക്സ് വൈ എന്ന് വിളിച്ചു. എന്നിട്ട് എക്സ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ, വൈ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ. കാരണം ഇത് എയിൽ നിന്നും എയിലേക്ക് ആയതുകൊണ്ട് ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും എയിൽ തന്നെ എലമെൻറ്റ്സ് ആയിരിക്കും, അത് നമുക്കറിയാം. പിന്നെ ഈ എലമെൻസിന് മാത്രം വരുന്ന കോമൺ പ്രോപ്പർട്ടി നമ്മൾ കണ്ടെത്തുന്നു. ഇവിടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ എലമെൻസിന് വരുന്ന ഒരു കോമൺ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എക്സ് ഈസ് ലെസ് ദാൻ വൈ. ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് എലമെൻറ്റിനേക്കാൾ ചെറുതാണ് എല്ലാ സ്ഥലങ്ങളിലും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ എലമെൻസിൻ്റെ എക്സും വൈയും തമ്മിലുള്ള ഒരു കണക്ഷനായിട്ട് നമ്മൾ പറയുന്നത് എക്സ് ഈസ് ലെസ് ദാൻ വൈ. അങ്ങനെ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പൂർണ്ണമാക്കി എഴുതുമ്പോൾ ആർ ഇസ് ഇക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ വൈ, എക്സ് എലമെൻറ്റ് ഓഫ് എ, വൈ എലമെൻറ്റ് ഓഫ് എ, ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം. വീണ്ടും ഇതിൻ്റെ ആരോ ഡയഗ്രത്തിലേക്ക് വരികയാണെങ്കിൽ ആരോ ഡയഗ്രത്തിനകത്ത് ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റും എ തന്നെ, ദെൻ എയിൽ നിന്നും എയിലേക്കുള്ള റിലേഷൻ, അതായത് 1 ഈസ് റിലേറ്റഡ് ടു 2, 1 ഈസ് റിലേറ്റഡ് ടു 3, 1 ഈസ് റിലേറ്റഡ് ടു 4, 2 റിലേറ്റഡ് ടു 3, 2 റിലേറ്റഡ് ടു 4, ദെൻ 3 റിലേറ്റഡ് ടു 4. ഈ കണക്ഷൻസ് എല്ലാം നമ്മൾ ഓരോ ആരോയിൽ കൂടി റെപ്രസെൻ്റ് ചെയ്യുന്നു. വീണ്ടും എക്സ്ട്രീം റിലേഷൻസ് ഓർ ട്രിവിയൽ റിലേഷൻസ്. For any non-empty set A, two special relations on A. റിലേഷൻ ഓൺ എയിൽ വരുന്ന രണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള റിലേഷൻസ്, അതായത് ആർ ഇസ് ഇക്വൽ ടു നൾ സെറ്റ് ഒരു റിലേഷൻ, അടുത്ത റിലേഷൻ ആർ ഇസ് ഇക്വൽ ടു എ ക്രോസ് എ. ഈ രണ്ട് റിലേഷൻസിനെയാണ് നമ്മൾ എക്സ്ട്രീം റിലേഷൻസ് അല്ലെങ്കിൽ ട്രിവിയൽ റിലേഷൻസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ കാരണം നമുക്കറിയാം. ആർ ഇസ് ഇക്വൽ ടു നൾ സെറ്റ് എന്ന് പറയുന്നത് എയിൽ നിന്നും എയിലേക്കുള്ള ഒരു റിലേഷൻ തന്നെയാണ്. കാരണം നൾ സെറ്റ് എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആർ ഇസ് ഇക്വൽ ടു നൾ സെറ്റ് എന്ന് പറയുന്നത് എയിൽ നിന്നും എയിലേക്കുള്ള ഒരു റിലേഷൻ തന്നെയാണ്. പക്ഷേ അതിനകത്ത് പ്രത്യേകിച്ച് കണക്ഷൻസ് ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ എയിൽ നിന്നും എയിലേക്കുള്ള ഏറ്റവും ചെറിയ റിലേഷനായിട്ട് നമുക്കിതിനെ പറയാനായിട്ട് സാധിക്കും. അതുപോലെ ആർ ഇസ് ഇക്വൽ ടു എ ക്രോസ് എ. ഈ ആർ എന്ന റിലേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എ ക്രോസ് എ തന്നെയാണ്. എ ക്രോസ് എയിൽ നമുക്കറിയാം എയിലെ എല്ലാ എലമെൻസും എയിലെ മറ്റെല്ലാ എലമെൻസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഓർഡേർഡ് പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്നും എയിലേക്കുള്ള ഏറ്റവും വലിയ റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് എയുടെ ഏറ്റവും വലിയ സബ്സെറ്റായ എ ക്രോസ് എ തന്നെയായിരിക്കും. ഇങ്ങനെ രണ്ട് സ്പെഷ്യൽ റിലേഷൻസ്, ഒന്ന് എയിൽ നിന്നും എയിലേക്കുള്ള ഏറ്റവും ചെറിയ റിലേഷനും അടുത്തത് എയിൽ നിന്നും എയിലേക്കുള്ള ഏറ്റവും വലിയ റിലേഷനുമായിരിക്കും. ഈ രണ്ട് റിലേഷൻസാണ് എക്സ്ട്രീം റിലേഷൻസ് അല്ലെങ്കിൽ ട്രിവിയൽ റിലേഷൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സെക്കൻഡ് ഇയർ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട സംഗതികൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ടൈപ്സ് ഓഫ് റിലേഷൻസ്. ഒന്നാമതായിട്ട് റിഫ്ലെക്സീവ് റിലേഷൻ. എന്താണ് നമ്മൾ ഒരു റിഫ്ലെക്സീവ് റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ റിലേഷൻ ആർ ഡിഫൈൻഡ് ഓൺ എ is called reflexive if for all a element of A there exists a element of R. അതായത്
നമുക്ക് ഒരു റിലേഷൻ ഓൺ എ തരുമ്പോൾ നമുക്ക് എ എന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ടാകും. എയിലെ എല്ലാ എലമെൻസും ആ റിലേഷനകത്ത് അതേ എലമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നു എന്നാണെങ്കിൽ അത്തരം റിലേഷൻസിനെയാണ് നമ്മൾ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് 1 എന്ന എലമെൻറ്റ് എയിലുണ്ട് എന്നാണെങ്കിൽ റിലേഷനകത്ത് 1 1നോട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാകണം. എക്കകത്ത് 1 എന്ന എലമെൻ്റ് ഉണ്ട് എന്നാണെങ്കിൽ 1 1 എന്ന ഓർഡേർഡ് പെയർ റിലേഷനകത്ത് ഉണ്ടാകണം. എയിൽ 2 എന്ന എലമെൻ്റ് ഉണ്ട് എന്നാണെങ്കിൽ റിലേഷനകത്ത് 2 2 എന്ന പെയർ ഉണ്ടാകണം. ഇങ്ങനെ എയിലെ എല്ലാ എലമെൻസും റിലേഷനകത്ത് അതേ എലമെൻറ്റിനോട് തന്നെ റിലേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അത്തരം റിലേഷൻസാണ് ഒരു റിഫ്ലെക്സീവ് റിലേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എ ഈസ് ഇക്വൽ ടു സെറ്റ് 1 2 3. എന്നിട്ട് നമുക്ക് ഒരു റിലേഷൻ ഓൺ എ തന്നിരിക്കുന്നു. ആർ ഈസ് ഇക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ 1 1 1 2 2 2 2 3 3 3. ഈ റിലേഷനെ നമ്മൾ പരിശോധിക്കുകയാണ് ഇത് റിഫ്ലെക്സീവ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഈ റിലേഷൻ നമ്മൾ നോക്കുമ്പോൾ എ എന്ന സെറ്റിനകത്ത് 1 എന്ന എലമെൻ്റ് ഉണ്ട്. റിലേഷനകത്ത് 1 1 എന്ന് പറയുന്ന പെയറുണ്ട്. അതായത് 1 1നോട് തന്നെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. എ എന്ന സെറ്റിനകത്ത് 2 എന്ന എലമെൻ്റ് ഉണ്ട്. റിലേഷനകത്ത് 2 2 എന്ന ഓർഡേർഡ് പെയറും ഉണ്ട്. അതായത് റിലേഷനകത്ത് 2 2നോട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. എക്കകത്ത് 3 എന്ന എലമെൻ്റ് ഉണ്ട്. റിലേഷനകത്ത് 3 3 എന്ന് പറയുന്ന പെയറുണ്ട്. അതായത് 3 3യോട് തന്നെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് എ എന്ന സെറ്റിനകത്തെ എല്ലാ എലമെൻസും ഈ റിലേഷൻ്റെ കീഴിൽ അതേ എലമെൻറ്റിനോട് തന്നെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. 1 എയിലുണ്ട് 1 1 എന്ന പെയർ ആറിലുണ്ട്. 2 എയിലുണ്ട് 2 2 എന്ന പെയർ ആറിലുണ്ട്. 3 എയിലുണ്ട് 3 3 എന്ന പെയറും എയിലുണ്ട്. അതുകൊണ്ട് ഈ 3 പെയറുകളും ഇവിടെ ഉള്ളത് കൊണ്ട് ഈ റിലേഷൻ ഒരു റിഫ്ലെക്സീവ് റിലേഷനാണ് എന്ന് നമ്മൾ പറയുന്നു. ഇതിലേതെങ്കിലും ഒരു പെയർ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണെങ്കിൽ, അതായത് 1 1 2 2 3 3 ഇതിലേതെങ്കിലും ഒരു പെയർ ഇവിടെ ഇല്ലായിരുന്നു എന്നാണെങ്കിൽ നമ്മൾ പറയുമായിരുന്നു ദിസ് റിലേഷൻ ഈസ് നോട്ട് റിഫ്ലെക്സീവ് ഓൺ എ. രണ്ടാമത്തെ ടൈപ്പ് സിമെട്രിക് റിലേഷൻ. എ റിലേഷൻ ആർ ഡിഫൈൻഡ് ഓൺ എ ഈസ് കോൾഡ് സിമെട്രിക് ഇഫ് ഫോർ ഓൾ എ ബി എലമെൻ്റ് ഓഫ് ആർ, ഫോർ ഓൾ ഓർഡേർഡ് പെയർ എ ബി എലമെൻ്റ് ഓഫ് ആർ ദർ എക്സിസ്റ്റ് ഓർഡേർഡ് പെയർ ബി എ എലമെൻ്റ് ഓഫ് ആർ. അതായത് റിലേഷനകത്ത് എ ബി എന്ന പെയർ ഉള്ളപ്പോഴെല്ലാം ബി എ എന്ന പെയറും അവിടെ ഉണ്ടായിരിക്കണം. റിലേഷനകത്ത് എ ബിയോട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിൽ തിരിച്ച് ബി എയോടും റിലേറ്റ് ചെയ്തിട്ടുണ്ടാകണം. നമുക്കിങ്ങനെ മനസ്സിലാക്കാം, റിലേഷനകത്ത് 1 2 എന്ന പെയർ ഉണ്ട് എന്നാണെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ 2 1 എന്ന പെയറും റിലേഷനകത്ത് ഉണ്ടായിരിക്കണം. 1 2നോട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിൽ 2 1നോടും റിലേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതായത് എ ബിയോട് റിലേറ്റ് ചെയ്തിട്ടുള്ളപ്പോഴെല്ലാം ബി എയോടും റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. ഈ രീതിയിൽ വരുന്ന റിലേഷൻസിനെയാണ് നമ്മൾ സിമെട്രിക് റിലേഷൻസ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലെറ്റ് എ ഈസ് ഇക്വൽ ടു സെറ്റ് 1 2 3 ആൻഡ് ആർ ഈസ് ഇക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ 1 2 2 1 2 3 3 3 3 2. ഈ റിലേഷൻ സിമെട്രിക് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഒന്ന് പരിശോധിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം ഓർഡേർഡ് പെയർ 1 2, അതായത് ഈ റിലേഷനകത്ത് 1 2നോട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് 2 1 ഇവിടെ ഉണ്ടോ എന്നാണ്. നമുക്ക് കാണാൻ സാധിക്കും 2 1 അവിടെ ഉണ്ട്. 1 2നോട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റിലേഷനകത്ത് തന്നെ 2 1നോടും റിലേറ്റ് ചെയ്തിട്ടുണ്ട്. 2 3 എന്ന പെയർ ഇവിടെ ഉണ്ട്. നമ്മൾ നോക്കുകയാണ് 3 2 ഇവിടെ ഉണ്ടോ എന്ന്. ഉണ്ട്. 2 3യോട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് 3 2നോടും റിലേറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും 3 3 എന്ന പെയർ ഇവിടെ ഉണ്ട്. ഇത് തിരിച്ചു നോക്കുകയാണെങ്കിൽ 3 3 തന്നെയാണ് നമുക്ക് വരുന്നത്. അത് ഇത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇവിടെ എല്ലാ പെയറുകളും ഈ റിലേഷനകത്ത് നേരെ തിരിച്ചെടുത്താലും അവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എ ബിയോട് റിലേറ്റ് ചെയ്ത് വരുന്ന സന്ദർഭങ്ങളിലെല്ലാം ഈ റിലേഷനകത്ത് ബി എയോടും റിലേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ റിലേഷൻ ഒരു സിമെട്രിക് റിലേഷൻ ആണ്. 1 2 എന്ന പെയർ ഇവിടെ വരികയും 2 1 എന്ന പെയർ ഇവിടെ വരാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരൊറ്റ കാരണം കൊണ്ട് നമ്മൾ പറയുന്നു ഈ റിലേഷൻ സിമെട്രിക് അല്ല. ഏതെങ്കിലും ഒരു പെയറിന്, അതായത് എ ബിയോട് റിലേറ്റ് ചെയ്ത് വരുന്നു, ബി എയോട് റിലേറ്റ് ചെയ്യുന്നില്ല എന്നൊരവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ പറയുന്നു ദ റിലേഷൻ ഈസ് നോട്ട് സിമെട്രിക്.
മൂന്നാമതായിട്ട് ട്രാൻസിറ്റീവ് റിലേഷൻ. എപ്പോഴാണ് ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് ആണെന്ന് നമ്മൾ വിളിക്കുന്നത്? എ റിലേഷൻ ആർ ഡിഫൈൻഡ് ഓൺ എ ഈസ് കോൾഡ് ട്രാൻസിറ്റീവ് ഇഫ് ഫോർ all AB element of R and BC element of R there also exists AC element of R. AB BC എന്ന രൂപത്തിലുള്ള പെയറുകൾ റിലേഷനകത്ത് വരികയാണെങ്കിൽ നിർബന്ധമായും അവിടെ AC എന്ന പെയറും റിലേഷനകത്ത് വന്നിരിക്കണം. ഈ പെയറുകളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? എ ബിയോട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്, വീണ്ടും ബി സിയോടും റിലേറ്റ് ചെയ്തിട്ടുണ്ട്. എ ബി ബി സി എന്ന പെയറുകൾ റിലേഷനകത്ത് കാണുകയാണെങ്കിൽ നാം മനസ്സിലാക്കുന്നത് അങ്ങനെയാണല്ലോ. എ ബിയോട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്, ബി സിയോടും റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് പെയറുകൾ റിലേഷനകത്ത് ഉണ്ട് എന്നാണെങ്കിൽ എ സി എന്ന പെയറും അവിടെ ഉണ്ടായിരിക്കണം. എ സിയോടും റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ പ്രത്യേകതയുമായിട്ട് വരുന്ന റിലേഷൻസിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എ ഇസ് ഇക്വൽ ടു സെറ്റ് 1 2 3. ഒരു റിലേഷൻ ഓൺ എ നമുക്ക് തന്നിരിക്കുന്നു. ആർ ഇസ് ഇക്വൽ ടു സെറ്റ്, അവിടെ പേർ 2 3 3 1 2 1 2 2. ഈ റിലേഷൻ ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണോ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണ് 2 3 3 1, അതായത് എ ബി ബി സി. ആ പെയറുകളുടെ പ്രത്യേകത ശ്രദ്ധിക്കണം. എ ബി ബി സി, ഫസ്റ്റ് പെയർ ഏത് എലമെൻറ്റിലാണോ അവസാനിക്കുന്നത് അതേ എലമെൻറ്റ് തന്നെയായിരിക്കണം സെക്കൻഡ് പെയറിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ്. ഈ രൂപത്തിലുള്ള പെയറുകളെല്ലാം നമ്മൾ എടുത്തു നോക്കണം. ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഏത് പെയറും അവിടെ ഉണ്ടാകണം? എ സി എന്ന പെയറും ആ റിലേഷനകത്ത് ഉണ്ടാകണം. അതായത് 2 3യും 3 1ഉം ആ റിലേഷനകത്ത് ഉണ്ട് എന്നാണെങ്കിൽ നമ്മളവിടെ പ്രതീക്ഷിക്കുന്നു 2 1 എന്ന പെയർ. 2 1 എന്ന പെയർ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് 2 1 എന്ന പെയർ എ സി രൂപത്തിലുള്ള പെയറാണ്. 2 3 3 1 ഇംപ്ലൈസ് 2 1. ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും, ഏതെങ്കിലും രണ്ട് പെയറുകൾക്ക് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഈ രൂപത്തിലുള്ള പെയറുകളെ പരിശോധിക്കണം. വീണ്ടും 2 3യോട് വെച്ച് നോക്കാനായിട്ട് 3യിൽ തുടങ്ങുന്ന മറ്റ് പെയറുകളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് 2 3യോട് മാച്ച് ചെയ്യുന്ന മറ്റ് പെയറുകളൊന്നും കാണുന്നില്ല. 2 3 3 1 ഇവിടെ ഉണ്ട്, 2 1 ഉണ്ടെന്ന് നമ്മൾ കണ്ടു. വീണ്ടും 3 1 എന്ന പെയർ നമ്മൾ പരിശോധിക്കുന്നു. 3 1 എന്ന പെയറിൻ്റെ കൂടെ വെച്ച് നോക്കുന്നത് 1ൽ തുടങ്ങുന്ന മറ്റ് പെയറുകളാണ്. 1ൽ തുടങ്ങുന്ന മറ്റ് പെയറുകളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് 3 1 സംബന്ധിച്ച് കൂടുതലൊന്നും നമുക്ക് നോക്കേണ്ടതില്ല. വീണ്ടും 2 1 2 കൂടെ വെച്ച് നോക്കേണ്ടത് 1ൽ തുടങ്ങുന്ന പെയറുകളാണ്. 1ൽ തുടങ്ങുന്ന പെയറുകളൊന്നും ഇവിടെ ഇല്ലെന്ന് നമുക്കറിയാം. വീണ്ടും 2 2 കൂടെ നമ്മൾ വെച്ച് നോക്കേണ്ടത് 2ൽ തുടങ്ങുന്ന മറ്റ് പെയറുകളാണ്. 2ൽ തുടങ്ങുന്ന മറ്റ് പെയറുകളുണ്ട്. 2 3 2 2 2 3 2 2 2 3 പെയറുകൾ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ വരേണ്ട പെയർ 2 3. 2 3 എന്നത് അതിൽ തന്നെ ഒരു പെയറാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് 2 3 അവിടെ ഉണ്ട്. വീണ്ടും നമ്മൾ വെച്ച് നോക്കുന്നത് 2 2ൻ്റെ കൂടെ വീണ്ടും 2 1 നമ്മൾ വെച്ച് നോക്കുന്നു. 2 2 2 1 2 2 2 1 പെയറുകളുടെ പ്രത്യേകത എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇത് എ ബി ബി സി രൂപത്തിലുള്ള പെയറുകളാണ്. എ ബി ബി സി രൂപത്തിലുള്ള പെയറുകൾ. എയും ബിയും ഇവിടെ ഈക്വൽ ആണെന്നേ ഉള്ളൂ. അത് പ്രശ്നമുള്ള കാര്യമല്ല. എയും ബിയും ഈക്വലായിട്ട് വരാം. എ ബി ബി സി പെയറുകളുണ്ടെങ്കിൽ എ സി പെയറും അവിടെ ഉണ്ടാകണം. അതായത് 2 2 2 1 പെയർ ഉണ്ട് എന്നാണെങ്കിൽ അവിടെ ഉണ്ടാകേണ്ട പെയർ 2 1. ഈ 2 1 എന്ന പെയർ അതിൽ തന്നെ ഒരു പെയറാണെന്ന് നമുക്കറിയാം, അതവിടെ ഉണ്ട്. അപ്പോൾ 2 2ൻ്റെ കൂടെയുള്ള പെയറുകൾ വെച്ച് നോക്കിയപ്പോഴും അവിടെ ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് നമ്മൾ കണ്ടു. അതായത് ഇതിൽ വരുന്ന ഈ റിലേഷനകത്ത് വരുന്ന എ ബി ബി സി രൂപത്തിലുള്ള പെയറുകൾക്കെല്ലാം എ സി എന്ന പെയറും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ റിലേഷൻ ഒരു ട്രാൻസിറ്റീവ് റിലേഷനായിട്ട് അറിയപ്പെടുന്നു. ഏതെങ്കിലും രണ്ട് സ്ഥലങ്ങളിൽ ഇങ്ങനെ പെയർ എക്സിസ്റ്റ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ, അതായത് എ ബിയും ബി സിയും അവിടെ ഉണ്ടാവുകയും എ സി എന്ന പെയർ അവിടെ വരാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പറയും ഈ റിലേഷൻ ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ അല്ല. ആ റീസൺ എടുത്ത് പറഞ്ഞിട്ട് ഇന്ന പെയറുകൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പെയർ അവിടെ ഇല്ല എന്ന റീസൺ പറഞ്ഞിട്ട് അതൊരു ട്രാൻസിറ്റീവ് റിലേഷൻ അല്ല എന്ന് നമ്മൾ പറയും. സ്പെഷ്യലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, എ ബി ബി സി പെയറുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എ സി പെയർ അവിടെ ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു പക്ഷേ റിലേഷനകത്ത് എ ബി ബി സി എന്ന രൂപത്തിലുള്ള പെയർ എക്സിസ്റ്റ് ചെയ്യാതെ വരാം.
അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എ സി അവിടെ ഉണ്ടോ എന്ന് നോക്കുന്നതിൽ അർത്ഥമില്ല. ആ സന്ദർഭത്തിൽ നമ്മൾ ആ റിലേഷനെ ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എ ഇസ് ഇക്വൽ ടു സെറ്റ് 1 2 3, ആർ ഇസ് ഇക്വൽ ടു സെറ്റ് ഓർഡേഡ് പെയർ 1 2 3 2, 2 പെയറുകളേ ഉള്ളൂ. നമുക്കറിയാം ഈ പെയറുകൾ ഒരിക്കലും എ ബി ബി സി രൂപത്തിലുള്ള പെയറുകളല്ല. കാരണം ബിയിൽ അവസാനിക്കുകയും ബിയിൽ തുടങ്ങുകയും ചെയ്യുന്ന രൂപത്തിലുള്ള പെയറുകളല്ല. 1 2 1 2വിൻ്റെ കൂടെ ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാൻ വേണ്ടി നാം വെച്ച് നോക്കേണ്ടത് 2വിൽ തുടങ്ങുന്ന പെയറുകളാണ്. 2വിൽ തുടങ്ങുന്ന പെയർ ഇവിടെ ഇല്ല. അതുപോലെ 3 2 3 2വിൻ്റെ കൂടെ നമ്മൾ വെച്ച് നോക്കേണ്ടത് 2വിൽ തുടങ്ങുന്ന പെയറാണ്. 2വിൽ തുടങ്ങുന്ന പെയർ ഇവിടെ ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ട്രാൻസിറ്റീവ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ തന്നെ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ റിലേഷനെ നമ്മൾ ട്രാൻസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യണം. ഇത് ട്രാൻസിറ്റീവ് അല്ല എന്നതിൻ്റെ തെളിവൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇതൊരു ട്രാൻസിറ്റീവ് റിലേഷനായിട്ട് നമ്മളതിനെ കൺസിഡർ ചെയ്യണം. എന്താണ് ഒരു ഇക്വിവാലൻസ് റിലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു റിലേഷൻ ഒരേ സമയം റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവുമാണെങ്കിൽ അത്തരം റിലേഷനെയാണ് നമ്മൾ ഇക്വിവാലൻസ് റിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിളായിട്ട് എ ഇസ് ഇക്വൽ ടു സെറ്റ് 1 2 3, എന്നിട്ട് ഒരു റിലേഷൻ നമുക്ക് തന്നിരിക്കുന്നു. റിലേഷൻ ഓൺ എ തന്നിരിക്കുന്നു. ആർ ഇസ് ഇക്വൽ ടു സെറ്റ് ഓർഡേഡ് പെയർ 1 1 2 2 2 3 3 2 3 3. ഈ റിലേഷൻ ഒരു ഇക്വിവാലൻസ് റിലേഷൻ ആണോ എന്ന് പരിശോധിക്കാനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ? മൂന്നിൻ്റെയും കണ്ടീഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. റിഫ്ലെക്സീവ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ടത് എ എന്ന സെറ്റിനകത്തെ എലമെൻറ്റ്സ് എല്ലാം അതേ എലമെൻറ്റിനോട് തന്നെ റിലേറ്റ് ചെയ്ത് വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എ എന്ന് പറയുന്ന സെറ്റിനകത്ത് 1 ഉണ്ട്, റിലേഷനകത്ത് 1 1 ഉണ്ട്. എ എന്ന് പറയുന്ന സെറ്റിനകത്ത് 2 ഉണ്ട്, റിലേഷനകത്ത് 2 2 ഉണ്ട്. എ എന്ന സെറ്റിനകത്ത് 3 ഉണ്ട്, റിലേഷനകത്ത് 3 3 ഉണ്ട്. ഈ 3 എലമെൻറ്റ്സും ഇവിടെ വരുന്നത് കൊണ്ട് ഈ റിലേഷൻ ഒരു റിഫ്ലെക്സീവ് റിലേഷനാണ്. ഇത് സിമെട്രിക് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ടത് എ ബി പെയർ റിലേഷനകത്ത് ഉണ്ടെന്നാണെങ്കിൽ ബി എ പെയറും അവിടെ ഉണ്ടോ. 1 1 തിരിച്ചെടുത്താലും 1 1 തന്നെ അവിടെ ഉണ്ട്. 2 2 തിരിച്ചെടുത്താലും കാര്യമൊന്നുമില്ല, 2 2 അവിടെ ഉണ്ട്. 2 3 തിരിച്ചെടുത്താൽ 3 2 ആണ് വരുന്നത്, ആ 3 2 അവിടെ ഉണ്ട്. അതുപോലെ 3 2 തിരിച്ചെടുത്താൽ 2 3 അവിടെ ഉണ്ട്. 3 3 തിരിച്ചെടുത്താലും 3 3 തന്നെയാണ് വരുന്നത്, അവിടെ ഉണ്ട്. അതായത് ഈ റിലേഷനകത്തെല്ലാം എ ബി എന്ന പെയർ എവിടെ വരുന്നുണ്ടോ അതിനോടൊപ്പം തന്നെ ബി എ എന്ന പെയറും അവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ റിലേഷൻ സിമെട്രിക് ആണ്. ഇത് ട്രാൻസിറ്റീവ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് എ ബി ബി സി രൂപത്തിലുള്ള പെയറുകൾ കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം എ സി പെയറും അവിടെ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഓരോ പെയറുകളായിട്ട് നമ്മൾ എടുത്ത് നോക്കുന്നു. 1 1ൻ്റെ കൂടെ വെച്ച് നോക്കാനായിട്ട് 1ൽ തുടങ്ങുന്ന മറ്റ് പെയറുകളൊന്നും ഇവിടെ ഇല്ല. 2 2വിൻ്റെ കൂടെ വെച്ച് നോക്കാനായിട്ട് 2 2 2 3 2 2 2 3 നമ്മൾ വെച്ച് നോക്കുമ്പോൾ അവിടെ വരുന്നത് 2 3 ആണ് നമുക്ക് വേണ്ടത്. 2 3 അതിലൊന്ന് തന്നെയാണ്, അതവിടെ ഉണ്ട്. വീണ്ടും 2 2വിൻ്റെ കൂടെ വെച്ച് നോക്കാനായിട്ട് മറ്റ് പെയറുകളൊന്നും അവിടെ വരുന്നില്ല. അടുത്ത് നമ്മൾ 2 3 എടുത്ത് പരിശോധിക്കുന്നു. 2 3 എടുത്ത് പരിശോധിക്കുമ്പോൾ 3യിൽ തുടങ്ങുന്ന മറ്റ് പെയറുകൾ 3യിൽ തുടങ്ങുന്ന മറ്റ് പെയറുകളായിട്ട് നമ്മൾ കാണുന്നത് 2 3 3 2 2 3 3 2 എ ബി ബി സി. ഏത് പെയർ അവിടെ വേണം? എ സി എന്ന പെയർ, അതായത് 2 2 എന്ന പെയർ അവിടെ വേണം. 2 2 എന്ന പെയർ അവിടെ വരുന്നുണ്ട്. വീണ്ടും 2 3 3 3 2 3 3 3 എ ബി ബി സി രൂപത്തിലുള്ള പെയറുകളാണ് അവിടെ വരേണ്ടത്. 2 3 എന്ന പെയറാണ്. 2 3 എന്ന പെയർ അതിലൊന്ന് തന്നെയാണ്, അതവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 2 എന്ന പെയർ വെച്ച് നമ്മൾ പരിശോധിച്ചു. വീണ്ടും നമ്മൾ അടുത്ത പെയർ 3 2 എടുക്കുന്നു. 3 2വിൻ്റെ കൂടെ വെച്ച് നോക്കേണ്ടത് 2വിൽ തുടങ്ങുന്ന പെയറുകളാണ്. 2വിൽ തുടങ്ങുന്ന 2 പെയറുകളുണ്ട്. 2 2 ഉണ്ട്, 2 3 ഉണ്ട്. ആദ്യം 3 2 2 2 3 2 2 2 അവിടെ വരേണ്ടത് 3 2 എന്ന പെയറാണ്, ഇതിലൊന്ന് തന്നെയാണ് നമുക്കറിയാം. വീണ്ടും 3 2 2 3 3 2 2 3 എ ബി ബി സി അവിടെ വരേണ്ട പെയർ 3 3 ആണ്. 3 3 എന്ന പെയർ അവിടെ 1 ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീണ്ടും 3 2വിൻ്റെ കൂടെ വെച്ച് നോക്കാനായിട്ട് മറ്റ് പെയറുകളൊന്നുമില്ല. അവസാനമായി 3 3 3 3യുടെ കൂടെ വെച്ച് നോക്കാനായിട്ട് 3യിൽ തുടങ്ങുന്ന പെയറുകൾ ഏതെല്ലാം എന്ന് നോക്കണം. 3യിൽ തുടങ്ങുന്ന പെയർ 3 2 3 3 3 2
3 3 2 അവിടെ ഉണ്ടെങ്കിൽ അവിടെ വരേണ്ടത് 3 2 അതിലൊന്ന് തന്നെയാണ് അവിടെ ഉണ്ട്. ഈ കിടക്കുന്ന പെയറുകളിലെല്ലാം നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയ കാര്യം ഇതാണ്. AB/BC എന്നിങ്ങനെ 2 പെയറുകൾ അവിടെ ഉണ്ട് എന്നാണെങ്കിൽ AC എന്ന പെയറും അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. ഈ റിലേഷൻ ഒരേ സമയം റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവുമാണ്. അതുകൊണ്ട് ഈ റിലേഷൻ ഒരു ഇക്വിവാലൻസ് റിലേഷൻ ആയിട്ട് അറിയപ്പെടുന്നു. ഇത് റിഫ്ലെക്സീവോ സിമെട്രിക്കോ ട്രാൻസിറ്റീവോ അല്ല എന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും അല്ല എന്നാണെങ്കിൽ ഇതൊരു ഇക്വിവാലൻസ് റിലേഷൻ ആണ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെ ഒരേ സമയം റിഫ്ലെക്സീവായിട്ടും സിമെട്രിക്കായിട്ടും ട്രാൻസിറ്റീവായിട്ടും വരുന്ന റിലേഷനെയാണ് നമ്മൾ ഇക്വിവാലൻസ് റിലേഷൻ എന്ന് വിളിക്കുന്നത്. പ്രധാനപ്പെട്ട സംഗതികളായിട്ട് നമ്മൾ കാണുന്നത് 4 ടൈപ്പ് റിലേഷൻസ് ആണ്. ഒന്നാമതായിട്ട് റിഫ്ലെക്സീവ് റിലേഷൻ. ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്ന് പറയണമെങ്കിൽ എ എന്ന സെറ്റിലെ ഓരോ എലമെൻറ്റും അതേ എലമെൻറ്റിനോട് തന്നെ ആ റിലേഷൻ്റെ കീഴിൽ റിലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാകണം. ഒരു റിലേഷനെ സിമെട്രിക് ആണെന്ന് പറയണമെങ്കിൽ റിലേഷനകത്ത് എ ബിയോട് റിലേറ്റഡ് ആണെങ്കിൽ നേരെ തിരിച്ച് ബി എയോടും റിലേറ്റഡ് ആയിരിക്കണം. ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് ആണ് എന്ന് പറയണമെങ്കിൽ എ ബിയോട് റിലേറ്റഡും ബി സിയോട് റിലേറ്റഡും ആണെങ്കിൽ എ സിയോടും റിലേറ്റഡ് ആയിരിക്കണം. AB/BC രൂപത്തിലുള്ള പെയറുകൾ ഇല്ല എന്നാണെങ്കിൽ നമ്മളതിനെ ട്രാൻസിറ്റീവായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. ഒരേ സമയം റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ ഇക്വിവാലൻസ് റിലേഷൻ എന്നും അറിയപ്പെടുന്നു. 4 പ്രധാനപ്പെട്ട ടൈപ്പ് റിലേഷൻസ്: റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്, ഇക്വിവാലൻസ്.